മണി 10 പ്യൂണെന്ന് പറഞ്ഞ ഒരുത്തിനുള്ളത് എവിടെ പോയി കിടക്കണം ഇത് നിങ്ങൾ പരട്ടവൻ. ഇവിടെ താൻ ഈ ഫയലും കൊണ്ട് എന്തിനാണോ വീട്ടിലേക്ക് പോണത്? അല്ല സാർ, അതൊരു ശീലമായി പോയി, അതുകൊണ്ടാ. എന്തിനാ താൻ ഈ ഫയലും കൊണ്ട് വീട്ടിലേക്ക് പോണേ? എന്തിനാ? അതെന്താ ഇത് തലക്കടിയിൽ വെച്ചാലേ ഉറക്ക് വരുന്നുണ്ട് സാർ, അതുകൊണ്ടാണ്. അത് ശരി, ഓഫീസിലെ ഫയൽ മൊത്തം തലോനാക്കാൻ വേണ്ടി കൊണ്ടു നടക്കാം അല്ലേ? മണി 10 കഴിഞ്ഞ് പോയി ചായം പരിപാടി പിടിച്ചോ. യൂണാന്ന് പറഞ്ഞ ഇറങ്ങിക്കോളും, വിവരമില്ല. ഹലോ ഹലോ ഹലോ, ഇത് കോട്ടക്കൽ ബ്രാഞ്ച് അല്ലേ? അതെ, കോട്ടക്കൽ ബ്രാഞ്ചാണ്. ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് പ്രഭാകരനാണ്. മിസ്റ്റർ സദാശിവൻ? അതെ അതെ അതെ, സദാശിവൻ. എന്തൊക്കെയുണ്ട് പ്രഭാകര വിശേഷം? സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, സുഖമായിട്ട് പോകുന്നു. അതെ, പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. വൺ മിസ്റ്റർ ഗണേഷ് കുമാർ. ഇങ്ങോട്ടോ? ഗണേഷ് കുമാർ അല്ലേ? അല്ല, ആളെങ്ങനെ വല്ല കുഴപ്പക്കാരനൊക്കെ ആണോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബെറ്റ്. അതെ 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 അതെ. എന്ത് പറ്റി? അതെ, അയാൾ എന്ത് പറഞ്ഞാലും വെറ്റ് വെക്കും. പിന്നെ അയാളുടെ മറ്റൊരു പ്രത്യേകത, ഇതുവരെ അയാൾ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് വെറ്റ് വെച്ചാലും അയാളെ ജയിക്കുള്ളൂ. അത് ശരി, ഇതുവരെ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് വെറ്റ് വെച്ചാൽ പുള്ളി തന്നെ ജയിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഓ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പുള്ളി ആരോട് വെറ്റ് വയ്ക്കോ വയ്ക്കാതിരിക്കോ ജയിക്കോ തോക്കോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ഈ ഓഫീസിൽ അവന്റെ ഒരു ബെറ്റും നടക്കൂല. അപ്പൊ ഓക്കെ, എന്തായാലും ആള് വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. ബെറ്റ് അത് എന്റെ അടുത്ത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഗണേഷ് കുമാർ. അതെ അതെ. ഓ, എന്നെ അവിടുത്തെ ബ്രാഞ്ചിലെ സദാശിവം വിളിച്ചിരുന്നു. അപ്പോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ അതോ നാളത്തേക്കാണോ? എങ്ങനെയാണ്? ഇന്ന് ചെയ്യാം സാർ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. സമയം പറഞ്ഞാൽ സമയത്ത് വരിക, ഡ്യൂട്ടി പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുക. അല്ലാതെ മറ്റ് ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. മനസ്സിലായോ? പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ, താൻ എന്തോ ബെറ്റ് വയ്ക്കുമെന്നോ, ബെറ്റ് വെച്ചാൽ താൻ മാത്രമേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. എന്റെ പൊന്ന് സാറ്, എനിക്കങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ അത്? ഓ, മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ ആരായാലും കൊള്ളാം, എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം, ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ട് പോകരുത്. അഥവാ കേട്ടാൽ എന്നെ തനി സ്വഭാവം എന്താ മനസ്സിലാക്കും. സാറേ, ഞാൻ അങ്ങനെ താല്പര്യം കൊണ്ട് വെക്കുന്നതല്ല. പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറുകൊണ്ടെന്ന് പറഞ്ഞ സാർ സമ്മതിക്കും? എന്റെ പുറകിൽ മറകില്ല. ആര് പറഞ്ഞു മറകില്ലെന്ന്? ഞാൻ പറഞ്ഞു. സാറൊന്ന് നോക്കിക്കേ, എന്റെ പുറകിൽ മറകില്ല. എന്റെ പൊന്ന് സാറാ, സാറിന്റെ പുറകിൽ മറുകൊണ്ട്. വെറുതെ ഗണേഷ് കുമാറെ വെറുതെ കളി എടുക്കരുത്. എന്റെ പുറകിൽ മറകില്ല. ഞാനല്ലേ പറഞ്ഞ മറുകൊണ്ടെന്ന് പറഞ്ഞു? എന്റെ പുറകിൽ മറകില്ല. ഇല്ല ഇല്ല. സാറിന്റെ പുറകിൽ മറുകൊണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. ബെറ്റണ്ട. എന്റെ പുറകിൽ മറകില്ല എന്നും പറഞ്ഞ് ബെറ്റണ്ട. 5000 രൂപ ബെറ്റ് എന്താ? ശരി, 5000 രൂപ ഞാനും വെക്കുന്നു. ബെറ്റ് വെച്ചിരിക്കുന്നത് 5000 രൂപ. എന്റെ പുറകിൽ മറകില്ല. 5000 രൂപ ബെറ്റ്. 5000 രൂപ ബെറ്റ്. ഞാൻ പറയുന്ന മറ ഉണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന മറയില്ലെന്ന് പറയും. ഞാൻ പറയുന്ന മറ ഉണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന മറയില്ലെന്ന് പറയും. എന്നെ കാണിക്കുന്ന ഇങ്ങോട്ട് കിടക്കണ 5000 രൂപ. 5000 രൂപ ഞാൻ കാണിച്ചു തരാം. വെറുതെ ബെറ്റ് പറ്റുന്നെന്ന് പറഞ്ഞ എന്റെ മേത്തോട്ട് കയറരുത്. എന്ത് പുറത്ത് പറയണ്ട, നോക്കണം. അതാ പറഞ്ഞ ബെറ്റ് വയ്ക്കുമ്പോ സൂക്ഷിച്ച് ബെറ്റ് വെക്കണം. മനസ്സിലായോ ഗണേശ? മനസ്സിലായി. ബെറ്റ് വെക്കാൻ വന്നേക്കണ് ഒരു ഊത്ത ഗണേഷ് കുമാർ. ഇനി ഗണേഷ് കുമാർ അല്ല, സാക്ഷാൽ സിനിമാ നടൻ ഗണേശൻ വന്നാൽ പോലും എന്നെ ബെറ്റ് വെച്ച് തോപ്പിക്കാണെന്ന് ഒരുത്തരും വിചാരിക്കണ്ട. പിന്നല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂലിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം. ഇതിലും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും വച്ച് കൊടുത്തും കൊണ്ടും ജീവിച്ചിട്ടുള്ളവനായി ഞാൻ. പിന്നെയാണ് ഗണേഷ് കുമാർ. ഓടവിടുന്ന്. ഓ, ഇവനെ കുറിച്ച് വാതോരാതെ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല ബ്രാഞ്ചിലെ സദാശിവൻ. പുള്ളിനെ വിളിച്ചിട്ട് ബെറ്റ് വെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ?
ഹലോ ഹലോ ഹലോ, തിരുവല്ല ബ്രാഞ്ച് അല്ലേ? അതെ. മാനേജർ സദാശിവനുണ്ടോ? അതെ, സദാശിവനാണ്. ആ എടോ സദാശിവ, ഞാൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ്. ആ പറയ്. എടോ, താൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ ഒരാളെ വിട്ടില്ലേ, ഗണേഷ് കുമാർ. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൻ ഭയങ്കര ബെറ്റ് വീരനാണ്, ബെറ്റ് വെച്ച് അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത്. എന്താടോ ഉണ്ടായത്? എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാനും അവനുമായിട്ട് 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച്. എന്ത് ബെറ്റാ വെച്ചത്? എന്ത് ബെറ്റാണെന്നാ? എടോ, ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ എന്നോട് പറയുവാ എന്റെ പുറത്തൊരു മറ കണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലെന്ന്. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് 5000 രൂപയുടെ ബെറ്റ് വെച്ച് ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഷർട്ട് അയച്ചാ? ഷർട്ട് ഒഴിച്ച് കോട്ട് ഒഴിച്ചപ്പോ എന്റെ പുറത്ത് മറകില്ല. അങ്ങനെ ആ ബെറ്റ് ഞാൻ ജയിച്ച്. ചതിച്ചല്ലോ ദൈവമേ. ഷർട്ട് ഊരിയൻ എങ്ങനെയാണോ ചതി വന്നത്? എടോ, ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാഞ്ചിലെ മാനേജറുടെ ഷർട്ട് അയപ്പിക്കും പറഞ്ഞ് എന്നോടൊരു 10000 രൂപ വെച്ച് വെച്ചിട്ടാടോ അവൻ അങ്ങോട്ട് വന്നത്. ഓ, ഈ ബെറ്റ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചവനെ എന്റെ കൈ കിട്ടിയെന്ന് ഞെരിച്ചാൻ അവനെ കൊന്നേനെയാ. എന്താ സാർ, എന്ത് പറ്റി സാർ? ഒന്നുമില്ലടോ. എന്താ സാർ, വല്ല അസുഖം? ഒന്നുമില്ല. അല്ല, ഗുളികങ്ങാനും വാങ്ങിക്കണം സാർ. ഒന്നും മേടിക്കണ്ട. എടാ പൊന്നുമോനെ, നിന്നെ ഞാൻ രാവിലെ വന്നപ്പോ കുറെ ചീത്ത പറഞ്ഞില്ലേ? നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒത്തിരി ടെൻഷന്റെ പുറത്തായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ചീത്ത പറയേണ്ടി വന്നത്. ഇനിയിപ്പൊ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നീ ചായ മേടിക്കാൻ പോയാലും കൊള്ളാം, ഫയല് വീട്ടിൽ കൊണ്ടായാലും കൊള്ളാം, ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊള്ളാം, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ചീത്ത പറയില്ല. ഉറപ്പാണ് സാർ? സത്യം. സത്യം. എന്റെ അമ്മ സത്യം. സത്യമായിട്ട്. എന്നാൽ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തുപ്പിയിടില്ല. जुगलबंदी 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 जुगलबंदी. ഹലോ, പറഞ്ഞോ? അയ്യോ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എവിടെ പോനാ, ഞാൻ വീട്ടിൽ തന്നെ കാണും. എപ്പോ വേണമെങ്കിലും വിളിച്ചോ. ഓക്കേടാ, ബൈ. സമാധാനമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഫോണിൽ സംസാരിച്ച് കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ നീ കട്ട് ചെയ്തത്. വെരി ഗുഡ്. കിറ്റിപ്പം. ആരായിരുന്നു അത്? ഓ, അതേതോ റോങ് നമ്പറാ. ഫോൺ നമ്പരോ? നീ ഒന്ന് നന്നാവുന്ന തോന്നില്ല. ഇത് കണ്ടോ, കടലുണ്ടി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് 6 വർഷം തികയാണെന്ന്. പിന്നെ അമ്മ അപകടം നടന്ന 6 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത്. നമ്മുടെ കല്യാണം. അവിടുന്ന്. അല്ല, ഈ ചേട്ടൻ ഈ യക്ഷിയിലും പ്രയോഗത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു സ്നേഹമില്ല. എന്റെ പൊന്നു കോമളവില്ല, നീ എന്നെ അങ്ങനെ പറയരുതേ. നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യമായിട്ടും ഏറ്റവും വലിയ നിർഭാഗ്യം. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിച്ചു കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കല്ലേ ചേട്ടൻ? കോമളവല്ലി, എന്നെ ഇങ്ങനെ ആശിപ്പിക്കല്ലേ നീ. കണ്ടോ, കഴിഞ്ഞ ആഴ്ച എന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോയോ? നിന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്താ? അതിന് പകരം ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലേ? അവിടെ ഉള്ളതിന് വെറൈറ്റീസ് അല്ലേ ഇവിടെ ഉള്ളത്. കണ്ടോ, എന്റെ വീട്ടുകാരെ പറഞ്ഞുണ്ടല്ലോ. അതൊക്കെ പോട്ടെ ചേട്ടാ, നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഒരു പച്ച സാരി കൊടുത്ത പെണ്ണ് ചേട്ടൻ നോക്കി ചിരിച്ചില്ലേ? സത്യത്തിൽ ആ പെണ്ണ് ആരായിരുന്നു? അതെന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. എന്താ പെണ്ണിന്റെ പേര്? മല്ലിക. അപ്പൊ കൂട്ടുകാരന്റെ പേരോ? അത് ശരി, കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് ഓർമ്മയുണ്ട്, കൂട്ടുകാരന്റെ പേര് ഓർമ്മയില്ലല്ലേ? സത്യത്തിൽ ചേട്ടൻ എന്നെ പറ്റിക്കുമല്ലേ? ഇങ്ങനെ കരയരുതേ. അതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ ഓർക്കുന്നുണ്ടോ? മറ്റേ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നൊരു ദിവസം വെളുപ്പിനെ 5:30 വേനാട് എക്സ്പ്രസിൽ പോയാൽ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല. 8:30 ഞാൻ ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേനാട് എക്സ്പ്രസിൽ പോകാതെ വഞ്ചിനാട് എക്സ്പ്രസിൽ പോയി. നീ അപ്പം ഫസ്റ്റ് ക്ലാസ് AC ഇരുന്നിട്ട് ഇങ്ങനെ കൈ അയ്യോ, ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, 10 വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് തന്നവനെ ഇന്ന് കിട്ടുകയായിരുന്നു. അവനെ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ. വർക്ക് ചെയ്യാത്ത ടൈം പീസും
അതുപോലെ നമ്മളന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഞാനന്ന് എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ? ടെൻഷൻ അടിച്ചോ? ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിച്ചത്? നീ മോളത്തെ നില ഞാൻ ജനലിന്റെ ഇടയിൽ കൂടെ സാരി ഇട്ടിട്ട് സാരിയിൽ ഊർന്നൂർ നില താഴോട്ടിറങ്ങി വരുന്നത്. ഉയ്യോ, സാരിയുടെ കെട്ടെങ്ങാനും അവിടെ നിന്ന് അഴിഞ്ഞു പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എന്റെ ചേട്ടൻ ഒരു മണ്ടനാ. മോളത്തെ നിലയിലെ ആ ജനലിന്റെ അടിയിലിരുന്ന് സാരിയുടെ മെറ്റേറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളമാരും എല്ലാരും മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. കോമളവഞ്ചി എന്തോ